എല്ലാവർക്കും ആഷ്വി വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു മൈസൂർ ബോണ്ടയാണ്. അതെങ്ങനെ തയ്യാറാക്കാം നമുക്ക് നോക്കാം. അതിനായി 300 ഗ്രാം മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അല്പം ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങാക്കൊത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. 1 ഗ്ലാസ് തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. തൈരിനധികം പുളിയില്ലാത്ത തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല പുളിപ്പ് പാടില്ല തൈരിന്, ചെറിയൊരു പുളിയുള്ള തൈരാണ് വേണ്ടത്. ഈ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് എടുത്തു വെച്ച് മൈദ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്പം ഉപ്പും കൂടി ചേർത്ത് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് എടുത്തു വെച്ച തൈര് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ കൈകൊണ്ട് കുഴച്ചെടുക്കാം. ഇതിലേക്ക് അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. മൈദ ഈ ഒരു പാകത്തിലായിരിക്കണം കുഴച്ചെടുക്കേണ്ടത്. നല്ലതുപോലെ ലൂസാകാൻ പാടില്ല. ഇതിലേക്ക് എടുത്തു വെച്ച തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. എടുത്തു വെച്ച ജീരകം ഇട്ട് കൊടുക്കാം. പച്ചമുളകും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്ക് മൈസൂർ ബോണ്ട തയ്യാറാക്കാം. അതിനായി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിൽ വെച്ചെടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായി വരുമ്പോൾ മൈദമാവ് ഇതുപോലെ ബോൾസ് ആക്കി ഇട്ട് കൊടുക്കാം. ഒരു ഭാഗം ഫ്രൈ ആയി വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. ഇത് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും കോരി മാറ്റാം. ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. മൈസൂർ ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തേങ്ങാ ചട്നിയാണ് ഉണ്ടാക്കിയത്. പുറമേ നല്ല ക്രിസ്പിയും
ഉള്ളിൽ നല്ല സോഫ്റ്റുമായ മൈസൂർ ബോണ്ട എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും ഇഷ്ടപ്പെടും. താങ്ക്സ് ഫോർ വാച്ചിങ്.